9 മാസത്തെ ബഹിരാകാശവാസത്തിനൊടുവിൽ ഭൂമി തൊട്ട് സുനിത വില്യംസും ക്രൂ 9 സംഘവും. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. And splashdown. Crew 9 back on Earth. ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 ഡ്രാഗൺ പേടകം ഭൂമിയിൽ സുരക്ഷിതമായി ഇറങ്ങിയത്. കപ്പലിൽ എത്തിച്ചതിന് ശേഷം 4:08 പേടകത്തിന്റെ വാതിൽ തുറന്നു. 4:18 നിക് ഹേഗാണ് ആദ്യം പുറത്തെത്തിയത്. We can see folks on board clapping as our first crew member. And that is NASA astronaut Nick Hague, commander of Crew 9. Now out of Crew Dragon Freedom. Some smiles, thumbs up, and a wave. Can't get any better than that. Yeah, that is one happy camper. മൂന്നാമതായാണ് സുനിത വില്യംസ് പുറത്തെത്തിയത്. On-time splashdown. Looks like we're getting our next crew member here. That is none other than Sunny Williams. Big smile, big waves. She, like her other crew members, now will be assisted onto the mobility aid. ചരിത്ര മുഹൂർത്തത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. നാസയ്ക്കും സ്പേസ് എക്സിനും അഭിനന്ദന പ്രവാഹം. ക്രൂ 9 അംഗങ്ങളെ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്ത നാസ. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഗസ്റ്റ് സെബാസ്റ്റ്യൻ ചേരുകയാണ്. സെബാൻ, സൂപ്പർ ഹീറോസിനെ പോലെയാണ് ആ മനുഷ്യർ ഭൂമിയിലേക്ക് വന്നിറങ്ങിയത്. ഈ സ്പ്ലാഷ് ഡൗൺ എല്ലാം വളരെ കൃത്യമായി വിചാരിച്ച പോലെ തന്നെ നടക്കുകയായിരുന്നു. ഒരു പിഴവില്ലാതെ കാര്യങ്ങൾ നിവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു ഈ ഭൂമിയിലേക്കുള്ള അവരുടെ തിരിച്ചിറങ്ങലിൻ്റെ വിവരങ്ങൾ സെബാൻ? ലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്രൂ 9 ദൗത്യ സംഘത്തിലെ ആളുകൾ എല്ലാവരും തന്നെ സുരക്ഷിതരായി ഭൂമിയിലേക്ക് തിരിച്ചെത്തി എന്നതാണ്. ഇവരുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 8 ദിവസത്തെ ദൗത്യത്തിനായിട്ടാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും 2024 ജൂൺ 5 ഇവിടെ നിന്ന് കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് തിരിക്കുന്നത്. ജൂൺ 6 ഇവർ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ അവർ 8 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു വരാൻ തയ്യാറെടുക്കുമ്പോഴാണ് അവർ പുറപ്പെട്ട സ്റ്റാർലൈനർ പേടകത്തിൻ്റെ തകരാറുകൾ ശ്രദ്ധയിൽപ്പെടുകയും അത് തിരിച്ചു വരാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ 9 മാസക്കാലമാണ് അവിടെ ബഹിരാകാശ കേന്ദ്രത്തിൽ കുടുങ്ങിക്കിടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ തിരിച്ചുവരവ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും ഭൂമിയിലേക്കുള്ള റീ എൻട്രി വളരെ അപകടം പിടിച്ച ഒന്നാണ്. നമ്മുടെ മുമ്പിൽ ഇത് സമാനമായ അനുഭവങ്ങളുണ്ട്. ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ ഒരു ഇന്ത്യൻ വംശജ എന്ന് വിളിക്കാവുന്ന കൽപ്പന ചൗളയുടെ അനുഭവം 2003 ഫെബ്രുവരി 1 വലിയ ദാരുണമായ അപകടത്തെ നമുക്കറിയാം. ഈ പശ്ചാത്തലത്തിലാണ് ഇവരുടെ ഈ വരവിൻ്റെ സംബന്ധിച്ച് അതിനെ ഇത്രയും വലിയ ആശങ്ക അതിൽ നിലനിൽക്കുന്നത്. ഏറ്റവും സുരക്ഷിതരായി അവരെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമെന്നത് നാം ഇപ്പോൾ കാണാതിരുന്നുകൂടാ. അവരെ നമുക്കറിയാം, ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 3:27 അവർ ഫ്ലോറിഡയിൽ സമുദ്രത്തിൽ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ അവരെ സ്പ്ലാഷ് ഡൗൺ ചെയ്തത് നമ്മൾ കണ്ടു. ഇതിൻ്റെ പ്രക്രിയകളൊക്കെ തന്നെ ഏറെ നേരമായി നമ്മൾ വിശദീകരിക്കുന്ന പ്രക്രിയയാണ്. അത് 16-17 മണിക്കൂറുകൾ നീണ്ടൊരു പ്രക്രിയയായിരുന്നു. ഇത് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന്, അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വേർപെട്ട് ഈ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ ഇവർ കയറി. ഈ 4 പേരും അവിടെ നിന്ന് അൺഡോക്ക് ചെയ്ത് പിന്നീട് അതിൽ നിന്ന് വേർപെട്ട് ത്രസ്റ്ററുകൾ ഹീലിയം ഉപയോഗിച്ച് ത്രസ്റ്ററുകൾ പ്രവർത്തിച്ച് അതിൽ നിന്ന് വേർപെട്ട് അതിൻ്റെ ഓർബിറ്റിലേക്ക് ഇറങ്ങുകയും തുടർന്ന് അത് സ്വയം മാന്യൂവർ ചെയ്ത് അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് താഴെ ഭൗമാന്തരീക്ഷത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയ. അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയമെടുത്തത് അത് ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന ആ സമയമായിരുന്നു. ആ സമയം നമുക്കറിയാം, ഇന്ത്യൻ സമയം 3:27 അത് പൂർത്തിയായത്. അതായത് അതിൻ്റെ റീ എൻട്രിയുടെ സമയത്ത് ഭൗമാന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് വലിയ നിലയിലുള്ള ടെമ്പറേച്ചറാണ് ഈ പേടകത്തിന്മേൽ ഉണ്ടാവുക. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഷീൽഡും ഒരു
തെർമൽ കവചവും ഒക്കെ തന്നെ അതിനുണ്ട്. അതിൽ ഈ 4 സുനിത വില്യംസും ബുച്ച് വിൽമോറും നിക് ഹേഗും റഷ്യൻ ബഹിരാകാശ ഗവേഷക സഞ്ചാരിയായിട്ടുള്ള അലക്സാണ്ടർ ഗുർബനോവും അടക്കമുള്ളവർ അതിലുണ്ട്. അപ്പോൾ ഇവരുടെ പേടകം ഇതിലേക്ക് പ്രവേശിക്കുന്നു. അത്രയും പ്രക്രിയ വളരെ വിജയകരമായി അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നിക് ഹേഗിൻ്റെ സന്ദേശവും വന്നു, ഞങ്ങൾ സുരക്ഷിതരാണെന്ന സന്ദേശവും വരുന്നു. പിന്നീടാണ് ഇതിൻ്റെ ഘട്ടങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ ഭൗമാന്തരീക്ഷത്തിൽ കടക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ജി ഫോഴ്സസ് എന്ന് പറയുന്ന പ്രവേഗങ്ങൾ ഇതിനെ ബാധിക്കും എന്നതാണ്. താപനില മാറ്റിവെച്ചാൽ പിന്നെ അടുത്തുള്ള പ്രധാനപ്പെട്ട കാര്യം ഗുരുത്വാകർഷണ ബലം, അതായത് ഒരു ആക്സിലറേറ്റിംഗ് ഒരു ഓബ്ജക്റ്റ്, ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം ചേരുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ സ്പീഡ് അത് വലിയ ഘടകമാണ്. ഇതൊക്കെ തന്നെയും സ്വയം നിയന്ത്രിച്ച് അതിൻ്റെ നിർണ്ണയിക്കപ്പെട്ട ലാൻഡിംഗ് സ്പേസിലേക്ക് അതിനെത്തുന്ന തരത്തിലുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള പേടകമായിരുന്നു ഡ്രാഗൺ ഫ്രീഡം പേടകം. അത് കൃത്യമായി അതിൻ്റെ സ്ഥലത്ത് ലാൻഡ് ചെയ്യുന്നു. അതിൻ്റെ 4 ഭീമൻ പാരഷ്യൂട്ടുകൾ തുറന്നു. അങ്ങനെ അവർ കടലിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. തുടർന്നാണ് അവിടെ തയ്യാറാക്കിയിരുന്ന റെസ്ക്യൂ ബോട്ടുകൾ പോവുകയും കപ്പലിലേക്ക് അടുപ്പിക്കുകയും ഓരോരുത്തരായി പുറത്തിറക്കുകയും ചെയ്തത്. ഇത്രയും പ്രോസസ്സാണ്, ഇത്രയും പ്രക്രിയയിലൂടെയാണ് ഇന്ന് ചരിത്രത്തിലിടം നേടിയ വലിയൊരു ഈ ദൗത്യത്തിൻ്റെ പര്യവസാനം നാം കണ്ടത്. ലക്ഷ്മി. ശരി.